ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചോറിനായാലും ചപ്പാത്തിക്കായാലും ദോശക്കും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 4-5 വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 5 ചെറിയ പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തത്. നിങ്ങളടുത്ത് വലിയതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇത് നന്നായി ഇതിലേക്ക് മാഷായി കിട്ടണം. തക്കാളി നല്ലോണം അടിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് വെച്ചാൽ തന്നെ നമുക്കിത് നന്നായി വഴന്ന് കിട്ടും. നമ്മളിങ്ങനെ തവി കൊണ്ട് ഇട്ട് ഇളക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മളിതിൽ നേരത്തെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ തക്കാളിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണിത്. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു സമയം നമുക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ ഇനി നമുക്ക് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂണ് 2-2.5 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം നന്നായി മാറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം നന്നായി മാറി വന്നാൽ മാത്രമേ നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എല്ലാ സാധനത്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഈ പൊടികളുടെ പച്ചമണമെല്ലാം നന്നായി മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ഈ വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റായിട്ട് അത് വരിക. അപ്പോൾ നമ്മുടെ ആ ഒരു തക്കാളിയും അതിൽ ആഡ് ചെയ്ത പൊടികളെല്ലാം കൂടിയിട്ട് നന്നായി ഒരു മിക്സായി കിട്ടി നല്ലൊരു ടേസ്റ്റിലേക്ക് മാറും അത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാടൊന്നും വെള്ളം ഒഴിക്കാറ്, 1/2 ഗ്ലാസ് മാത്രം ഒഴിക്കാവും. അടച്ച് വെച്ച് നമുക്ക് നേരത്തെ പോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ഇത് വെക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്നു നോക്കിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്, ഏകദേശം 3/4 വറ്റിയെന്ന് പറയാം. ഇത് തക്കാളിയിൽ നിന്ന് തന്നെ അതിലൊരു വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞതിടലും ഓപ്ഷണലാണ്, പക്ഷേ ഇട്ടാൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ചോറിനും ചപ്പാത്തിക്കും എല്ലാം തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.